വിജനമായ കൊടുങ്കാട്. കാട്ടുമൃഗങ്ങളെക്കാൾ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യം കൊണ്ട് ആരും ആ കാട്ടുവഴിയെ പോകാറില്ലായിരുന്നു. ഒരിക്കൽ തെനാലിരാമൻ ഒരു ദൂരയാത്ര പുറപ്പെട്ടു. ഇടയ്ക്ക് ആ കാട് കടന്നു വേണം പോകാൻ. ധാരാളം കള്ളന്മാർ ആ കാട്ടുവഴിയിൽ ഉണ്ടാകാറുണ്ടെന്നും അതിലെ പോകുന്നവരെ അവർ കൊള്ളയടിക്കാറുണ്ടെന്നും തെനാലിരാമന് നന്നായി അറിയാമായിരുന്നു. എന്നിരുന്നാലും രാമന് ഒരു കൂസരമില്ലാതെ യാത്ര പുറപ്പെട്ടു. കാടിനടുത്തെത്താറായപ്പോൾ രാമന് മറ്റൊരു യാത്രക്കാരനെ കൂട്ടുകിട്ടി. അയാൾ ഒറ്റയ്ക്ക് കാട് കടക്കണമല്ലോ എന്ന് ഭയന്ന് നിൽക്കുകയായിരുന്നു. രാമനെ കണ്ടതും അയാൾക്ക് സമാധാനമായി. "ഞാൻ ആകെ ഭയന്ന് നിൽക്കുകയായിരുന്നു. താങ്കൾ വന്നത് നന്നായി. ഇനി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ പിന്നെ കള്ളന്മാരെ ഭയക്കേണ്ടല്ലോ," അയാൾ പറഞ്ഞു. "ഓ, അതിനെന്താ, ഒരുമിച്ച് തന്നെ യാത്ര ചെയ്യാം," തെനാലിരാമൻ സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് യാത്രയായി. ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞു അവർ നടന്നു. അപ്പോഴാണ് ഒരു കള്ളൻ അവരെ പിന്തുടരുന്നതായി അവർക്ക് തോന്നാൻ തുടങ്ങി. രാമന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ പറഞ്ഞു, "നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്." അങ്ങനെ അവർ നടക്കുന്നതിന്റെ വേഗത കൂട്ടി. കുറേ നടന്ന് വൈകുന്നേരമായപ്പോൾ അവർ ഒരു സത്രത്തിനടുത്തെത്തി. ഉടനെ തന്നെ യാത്രക്കാരൻ പറഞ്ഞു, "നമുക്കിന്ന് രാത്രി ഇവിടെ കഴിയാം. മാത്രവുമല്ല, നമ്മളെ ആരോ പിന്തുടരുന്നുമുണ്ട്. ഇന്നിവിടെ ഉറങ്ങി വിശ്രമിച്ചിട്ട് നാളെ രാവിലെ യാത്ര തുടരാം." തെനാലിരാമനും അത് സമ്മതമായിരുന്നു. കാരണം രാമനും വളരെ നടന്ന് ക്ഷീണിച്ചിരുന്നു. മാത്രവുമല്ല, ഒരു കള്ളന്റെ സാന്നിധ്യം രാമനും മനസ്സിലാക്കിയിരുന്നു യാത്ര ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ സത്രത്തിൽ ഒരു മുറിയെടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു. സത്രമുടമ രണ്ടുപേർക്കുമുള്ള കിടക്കയൊരുക്കി കൊടുത്തു. മുറിയിലെത്തി അധികം താമസിയാതെ അവർ ഉറങ്ങാൻ കിടന്നു. അതിനിടയിൽ എന്തിനോ പുറത്തുപോയ അദ്ദേഹത്തിന്റെ സഹയാത്രികൻ തിരികെ എത്തിയപ്പോഴേക്കും രാമൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. രാമൻ നല്ല ഉറക്കമാണെന്ന് കണ്ടതും സഹയാത്രികനായ ആൾ പതുങ്ങി അദ്ദേഹത്തിന്റെ അടുത്തെത്തി. സത്യത്തിൽ അയാൾ ഒരു കള്ളനായിരുന്നു. യാത്രക്കാരുടെ കൂടെ സൂത്രത്തിൽ കൂടി തരം കിട്ടുമ്പോൾ വിലപിടിപ്പുള്ളതെല്ലാം കവർന്നെടുക്കുന്ന ഒരു കള്ളൻ. രാമന്റെ കയ്യിലുള്ളതെല്ലാം അപഹരിക്കാൻ വേണ്ടിയാണ് അയാൾ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത്. സമയം കളയാതെ അയാൾ രാമന്റെ ഭാണ്ഡം തുറന്ന് പരിശോധിക്കാൻ തുടങ്ങി. അതിനുള്ളിലുള്ള എല്ലാം വലിച്ചു പുറത്തിട്ടിട്ടും വിലപിടിപ്പുള്ള ഒന്നും തന്നെ കിട്ടിയില്ല. അയാൾ പിന്നീട് രാമന്റെ തലയണ പതുക്കെ പൊക്കി നോക്കി. എന്ത് കാര്യം, ഒന്നും തന്നെ കിട്ടിയില്ല. ഇയാൾ ഈ പണവും മറ്റും എവിടെ വെച്ചു? ഒരു പണമോ സ്വർണമോ ഇല്ലാതെയാണോ ഈ മനുഷ്യൻ ദൂരെ യാത്രക്കിറങ്ങിയത്? അയാൾ സ്വയം പറഞ്ഞു. ഒടുവിൽ പരിശോധനയെല്ലാം നിർത്തി അയാൾ നിരാശയോടെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ തെനാലിരാമൻ നേരത്തെ ഉണർന്നു. എന്നിട്ട് മറ്റേയാളെ വിളിച്ചുണർത്തി. അയാൾ എഴുന്നേറ്റതും തെനാലിരാമൻ അയാളുടെ തലയണ പതുക്കെ ഉയർത്തി അതിനടിയിൽ നിന്നും തന്റെ പണസഞ്ചി പുറത്തെടുത്ത് തന്റെ ഭാണ്ഡത്തിൽ വെച്ചു. ഇതെല്ലാം കണ്ടുനിന്ന കള്ളൻ വാ പൊളിച്ചു നിന്നുപോയി. "ഇന്നലെ ഇത് തിരഞ്ഞു കുറെ കഷ്ടപ്പെട്ടു അല്ലേ?" രാമൻ അയാളോട് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ വെറുതെ തലയാട്ടി. "നിങ്ങൾ ഒരു കള്ളനാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. അതുമല്ല, നമ്മളെ പിന്തുടർന്ന ആ കള്ളനും നിങ്ങളുടെ ആളായിരുന്നു എന്നും എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് രാത്രി ഞാൻ എന്റെ പണസഞ്ചി വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കണം എന്ന് തീരുമാനിച്ചു. അതാണ് തന്റെ തലയണയ്ക്കടിയിൽ വെച്ചത്. അവിടെയാകുമ്പോൾ താൻ എന്തായാലും തിരിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു," രാമൻ വിശദീകരിച്ചു. രാമൻ പറയുന്നത് കേട്ട് അയാൾ ലഭ്യനായി നിന്നു. അയാളോട് യാത്ര പറഞ്ഞ് രാമൻ തന്റെ വഴിയെ യാത്ര തുടർന്നു. നമ്മുടെ രാമനോടാണ് അല്ലേ കൂട്ടുകാരെ? കള്ളന്റെ കളിയല്ലേ കൂട്ടുകാരെ? ഇനി നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ കൂട്ടുകാരെ. നമ്മുടെ ഈ ചാനൽ മുൻപോട്ട് പോകുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ് കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ടും ചെയ്യുമെന്ന വിശ്വാസത്തോടെ
സാഗാസ് ഓഫ് തെനാലി രാമൻ ടീം.